നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിങ് വേൾഡ്. ഇന്നലെ ഞാൻ അമ്മയുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ വീഡിയോ ഇട്ടതിൽ ഞാൻ പറഞ്ഞിരുന്നു അമ്മയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ചെടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോൾ അതൊക്കെ നടണമായിരുന്നു. പിന്നെ കുറച്ച് പോയിരുന്നത് അതിനെ കൂടി ഒന്ന് നട്ട് വെക്കണമായിരുന്നേ. അപ്പോൾ ഇത് കലാത്തിയ ലൂട്ടിയാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ ഇവിടെ പ്ലാന്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷേ അതെന്താണോ മഴയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണെന്ന് തോന്നുന്നു അത് കുറച്ച് മണ്ണിൽ നിന്ന് പൊങ്ങി പോയിരുന്നു. അതിൻ്റെ വേരൊക്കെ മുകളിലോട്ട് വന്നിട്ട് അത് ഒന്ന് വീണ് തുടങ്ങി. അപ്പോൾ അതിനെ ഞാൻ എടുത്തപ്പോൾ 2 വിത്ത് അതിൽ നിന്ന് കിട്ടി. അപ്പോൾ ഞാൻ അതിനെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഇപ്പം നന്നായിട്ടുള്ളതിനെ ഒന്ന് പ്ലാന്റ് ചെയ്തിട്ട് ഞാൻ കൊലോക്കേഷ് വെച്ചിരുന്നിടത്ത് കൊണ്ടുവച്ചു. അന്നേരം അതിനെ എടുത്ത് വീടിനകത്തോട്ട് സിറ്റ് ഔട്ടിലോട്ടും കൊണ്ടുവച്ചു കേട്ടോ. ഇതിന് കഴിഞ്ഞ ദിവസമാണല്ലോ ഞാനിതെല്ലാം റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതിനെ കൊണ്ടുപോയി അകത്തോട്ട് വെച്ചു. പിന്നെ ഇത് ഞാൻ അമ്മയുടെ വീട്ടിൽ നിന്ന് തൊട്ട് വന്നത് ലൽസ പ്ലാന്റ് ആണ്. ലൽസ എന്നാണ് തോന്നുന്നത് എൻ്റെ പേര്. പിന്നെ ഒരു ഫോണ് അതും കുറച്ച് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് നടാമെന്ന് പറഞ്ഞിട്ട് മുറ്റത്തോട്ടെല്ലാം എടുത്ത് വെച്ചതാണ്. എല്ലാം ഒന്ന് എടുത്ത് വെച്ച് വന്നപ്പോഴത്തേക്കും മഴ പെയ്തു. അപ്പോൾ പിന്നെ ഞാൻ എല്ലാം പെട്ടെന്ന് എടുത്ത് സിറ്റ് ഔട്ടിൽ ഇവിടെ കാർ പോർച്ചിൻ്റെ അങ്ങോട്ടേക്ക് ആ ഷെഡിലോട്ട് എടുത്ത് മാറ്റി വെച്ചു. കാരണം ചെറുതായിട്ട് പൊടിഞ്ഞു തുടങ്ങി. പിന്നെ അത് നന്നായിട്ട് ഒന്ന് പെയ്തു. അതുകൊണ്ട് അത്യാവശ്യം മുറ്റം എല്ലാം നന്നായിട്ടൊന്ന് നനഞ്ഞു. അപ്പോൾ അതാണ് പിന്നെ പുറത്ത് നിന്ന് ചെയ്യൽ നടക്കത്തില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ അകത്തിരുന്നുകൊണ്ടാണ് ബാക്കിയുള്ള പോട്ട് എല്ലാം കാരണം എല്ലാം എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ച് കേട്ടോ. വരും മണ്ണൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എടുക്കാനും പാടാം. ഒന്നാമത് അതിനകത്ത് ഇരിക്കുന്ന ചെറിയ ഹാങ്ങിങ് പോട്ടിനകത്തൊക്കെ കുറേ ഇതിനകത്തൊക്കെ മണ്ണുണ്ട്. നേരത്തെ നട്ടിരുന്നതൊക്കെ പോയതോ അങ്ങനെ നിറച്ച് വെച്ചിരുന്നതും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ അതെല്ലാം ആ മണ്ണെല്ലാം നനഞ്ഞ് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അതൊക്കെ നല്ല പോട്ടിംഗ് മിക്സ് തന്നെയാണ്. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് തന്നെ മണ്ണുള്ളതിനകത്തോട്ടൊക്കെ തന്നെ നേരെ അങ്ങ് നട്ടു. പിന്നെ ഉള്ളതിന് ഞാൻ വേറെ ഞാൻ അവിടെ കരുതി വെച്ചിരുന്ന മണ്ണ് എടുത്ത് വെച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ എണ്ണത്തിനകത്ത് ഈ അഗ്ലോണിമ നട്ടതിനകത്ത് മണ്ണ് കൂടിപ്പോയിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ മണ്ണിലൊക്കെ ഞാൻ കുറച്ച് കൊക്കോപിറ്റും എല്ലുപൊടിയും അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുത്ത് ഇതിലോട്ട് ഒക്കെ എടുത്ത് വെച്ചു. കാരണം ഇതിനൊന്നും അത്ര വലിയ വളങ്ങളുടെ ഒന്നും ആവശ്യമില്ല. വെറുതെ പിടിച്ച് കയറിക്കോളും. ഞാൻ ഇതിന് മുന്നേ പല പ്രാവശ്യം അമ്മയുടെ അടുത്തു നിന്ന് ഈ ലൽസ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും എനിക്ക് നടാൻ കറക്റ്റ് ടൈമിൽ അത് വെച്ച് കൊണ്ടുവന്ന് അടുത്ത ദിവസം തന്നെ നടാൻ എനിക്ക് പറ്റാതെ അങ്ങനെയൊക്കെ എൻ്റെ നിന്ന് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം പക്ഷേ ഞാൻ കൊണ്ടുവന്ന ഉടനെ തന്നെ അതെല്ലാം ഞങ്ങളുടെ ഈ ചെറിയ ചെറിയ കുറേ പോട്ടുകൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാം അടിയിൽ ഞാൻ കുറേ കല്ലൊക്കെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പോട്ടിംഗ് മിക്സ് ഇട്ടു. അത് ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്, അല്ലാതെ മേടിച്ച പോട്ടിംഗ് മിക്സ് അല്ല. നമ്മുടെ വീട്ടിൽ മണ്ണ് ഉണ്ടായിരുന്നതിനകത്ത് തന്നെ ഒന്ന് ബാക്കിയെല്ലാം വളങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട്, വളങ്ങളെന്ന് പറയുന്നത് കൊക്കോപിറ്റും എല്ലുപൊടിയും പിന്നെ പെർലൈറ്റുമാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. വെർമി കമ്പോസ്റ്റും കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിരുന്നതാണ്. അപ്പോൾ അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്കത് നടാനുള്ള ഒരു പാകത്തിൽ വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എളുപ്പം പറ്റി. പെട്ടെന്നെല്ലാം പോട്ടിലെല്ലാം മണ്ണ് നിറച്ച് അത് കഴിഞ്ഞിട്ട് ഇത് പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു ഓരോ കഷ്ണങ്ങളും എടുത്ത് കറക്റ്റായിട്ട് നടുക എന്ന് പറഞ്ഞൊരു ഇച്ചിരി നേരത്തെ പണിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം എടുത്തു. പിന്നെ തീരെ കൊച്ചായിട്ടുള്ള കഷ്ണങ്ങളൊന്നും ഞാൻ എടുത്തില്ല. അതെല്ലാം ഞാൻ ഉപേക്ഷിച്ചു. സാധാരണ എനിക്കിതൊന്നും ഉപേക്ഷിക്കുന്നില്ല. പക്ഷേ അതെനിക്ക് ഇനി ഇരുന്ന് ചെയ്യാനുള്ളൊരു ക്ഷമയില്ല. കാരണം ഒന്നാമത് പുറത്ത് നന്നായിട്ട് മഴയും പെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ വെയിലത്ത് ഒരു ചൂടുള്ള സമയത്ത് ഇരിക്കുന്ന പോലെ അല്ലേ മഴയത്തിരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. മഴയത്ത് പുറത്തിറങ്ങുന്ന പോലെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പിന്നെ ഇത് കുറേ നാളായിട്ട് മേടിച്ച് മാറ്റി വെച്ചിരുന്നൊരു കൊക്കോപിറ്റാണ്. എൻ്റെ കണ്ണിൽ പെടാതെ അങ്ങനെ ഇരുന്നിരുന്നതാണ്. അത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ടുപിടിച്ചൊരു ഇതാണ്. അപ്പോൾ അതിനെ ഞാൻ കൊണ്ടുവന്ന് മഴയത്ത് വെച്ച്. കാരണം അത് അവിടെ ഇരുന്ന് പയ്യെ ഇപ്പോഴും അത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. കാരണം അത് നനഞ്ഞ് അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വെച്ച് അങ്ങനെ അതവിടെ വെളിയിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് മണ്ണും ആ ചെടികൾ മിച്ചം വന്നതിനെ എല്ലാത്തിനെയും കൂടെ എടുത്ത് ഞാൻ ഇതിനകത്തോട്ട് എടുത്തിട്ട് കേട്ടോ.
കാരണം കുറേ വിത്തുകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വിത്തുകളൊക്കെ കിട്ടിയായിരുന്നല്ലോ. അതിൻ്റെ പേര് ഞാൻ മറന്നു പോകും കേട്ടോ. കൊളോക്കേഷ്യ എന്നാണെന്ന് തോന്നുന്നു. അത് അതിൻ്റെയും അലോക്കേഷ്യയുടെ ഒക്കെ വിത്തുകൾ ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ അതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു പോട്ടിൽ തന്നെ അത് നട്ട് വെച്ചു. കാരണം അത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പിന്നെ ഓരോ ചെറിയ ചെറിയ പോട്ടുകളിലോട്ട് മാറ്റി നടാമെന്ന് വെച്ചു. ആദ്യം അതൊന്ന് നന്നായിട്ട് മുള പൊട്ടി വരട്ടെ. ഇത് കണ്ട ഇങ്ങനെ ഓരോ ബൾബായിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഒറ്റ ഒരെണ്ണത്തിനകത്ത് നട്ട് വെച്ച് കേട്ടോ. പിന്നെ ഇന്ന് എനിക്ക് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിക്കാം, ലാസ്റ്റ് ഞാൻ കാണിക്കാം, എൻ്റെ വീട്ടിലൊരു പുതിയ അതിഥി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാനത് കാരണം കേട്ടോ. അപ്പം എൻ്റെ കൂടെയാണ് എൻ്റെ നടപ്പും എല്ലാം. അപ്പം ഞാനിതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് അതെല്ലാം അവിടെ നിന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. കാരണം ഈ മഴയും കൂടെ ഉള്ളത് കാരണം അവിടെ ഇത്തിരി ഒന്ന് ചെളിയായിട്ടുണ്ട്. പിന്നെ ഞാൻ അതിനെല്ലാം ഒരു സൈഡിലോട്ടൊന്ന് എടുത്ത് അവിടെ നിരത്തി വെച്ച്. കാരണം ഞാൻ വെളിയിലോട്ട് വെച്ചില്ല. കാരണം മഴവെള്ളത്തിൻ്റെ ശക്തി കൊണ്ട് ഇനി അത് അനങ്ങി അത് പിടിക്കാതെ വരണ്ടാന്ന് വെച്ചിട്ട്. കാരണം ഒരുപാട് പ്രാവശ്യം ഞാനിപ്പം അമ്മയുടെ നിന്ന് ഈ ചെടി മേടിച്ചിട്ട് വരുന്നത്. അതുകൊണ്ട് ഇനിയും ചോദിക്കാൻ മടിയായത് കാരണം ഞാൻ ഇപ്രാവശ്യം വളരെ കെയറോടെ അവിടെ എടുത്ത് സൈഡിലോട്ട് മാറ്റി വെച്ച്. പിന്നെ ഒരു അഗ്ലോണിമ ഉണ്ടെന്ന് അത് മഴയത്തിരിക്കുകയെന്ന് അതിനെയും കൂടെ എടുത്ത് ഇങ്ങോട്ട് എടുത്ത് വെച്ചു കേട്ടോ. മഴയത്തൊന്ന് മാറ്റി വെച്ചു. ഇപ്പോൾ പിന്നെ വിനോദൻ തിരിച്ച് കടയിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. കാരണം വീട്ടിലെ പണികളെല്ലാം ഒതുക്കി തീർത്തതിന് ശേഷമാണ് പിന്നെ 3 മണിക്ക് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിരുന്ന് ഇതെല്ലാം ചെയ്തത്. പിന്നെ നട്ട് തന്നെ എല്ലാത്തിനെയും എടുത്തിട്ട് സൈഡിലോട്ട് ഫോണിനൊക്കെ എടുത്ത് സൈഡിലോട്ട് വെളിയിലോട്ട് തന്നെ വെച്ചു. അത് പിന്നെ വലിയ കുഴപ്പമില്ലാത്ത ഏതാണ്ട്. മറ്റേനെ ഞാനെടുത്ത് സിറ്റൗട്ടിൻ്റെ അവിടെ മഴയൊന്നും കൊള്ളാതെ ഇരിക്കാനായിട്ട് അവിടെ വെച്ചു. പിന്നെ അതിന് ഇടയ്ക്കിടയ്ക്ക് നനച്ച് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്ന് അവിടെ എല്ലാം വെള്ളം ഒഴിച്ച് അവിടെ എല്ലാം കഴുകി. പിന്നെ അതുകൊണ്ട് ഇതാണ് നട്ട് വെച്ചത്. പിന്നെ അന്ന് അഗ്ലോണിമ നട്ടയിൽ എല്ലാത്തിലും പുതിയ ഓരോ കുഞ്ഞു കുഞ്ഞു നാമ്പുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഒരനക്കവും ഇല്ലാതിരുന്ന് ഇതിന് വരെ ഒരു നാമ്പ് ചെറുതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ 2 മുട്ട് അടീനിയത്തിൻ്റെ മുട്ട് വന്ന് 2 വന്ന് നിൽപ്പുണ്ട്. ഇത് ഫോണം. ഇത്രയാണ് ഇന്ന് ചെയ്ത് വെച്ചത്. പിന്നെ ഇതാണ് എൻ്റെ വീട്ടിലെ പുതിയ അതിഥി കേട്ടോ. ഇത് എങ്ങനെ വീടിൻ്റെ അകത്ത് വന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഇവിടെ എപ്പോഴും ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ആരും കൊണ്ടുവന്ന് വീടിനകത്ത് വെക്കാനും പറ്റില്ല. പിന്നെ കുഞ്ഞുമാണ് കേട്ടോ. അത് നന്നായിട്ട് പറക്കുന്ന പോലുമില്ല. പിന്നെ എങ്ങനെ ഇത് വീടിൻ്റെ അകത്ത് വന്നെന്ന് ഞങ്ങൾക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഞങ്ങൾ പിന്നെ അതിനെ എടുത്ത് വീടിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മുറ്റത്തും കൂടിയല്ല കേട്ടോ, വീടിൻ്റെ അകത്താണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ കാണിച്ച സ്റ്റെയറിൻ്റെ നേരെ അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇത് നമ്മൾ പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും കിട്ടുന്നില്ല. ഞാൻ പിന്നെ ഒരുവിധം എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് എടുത്തു ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ആദ്യം ഒന്ന് വെച്ചു കേട്ടോ. എൻ്റെ കയ്യിൽ മില്ലറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തിനയുണ്ടല്ലോ. അപ്പം വിധുവിൻ്റെ വീട്ടിൽ ലവ് ബേർഡ്സ് ഉള്ളതുകൊണ്ട് എനിക്കറിയാം തിനയാണ് കഴിക്കാൻ കൊടുക്കുന്നത്. ഞാനത് കൊടുത്തു. അപ്പോൾ അതെല്ലാം പെട്ടെന്ന് കഴിച്ചു, വെള്ളം കുടിച്ചു, ഇതെല്ലാം ചെയ്തു കേട്ടോ. ഏത് വീട്ടിൽ നിന്ന് വന്നതാണെന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ വളരെ സ്നേഹത്തോടെ അതിനെ നോക്കുകയാണ് കേട്ടോ. ഇവിടെ കുഞ്ഞുള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കൂടൊക്കെ മേടിച്ച് അതിനെ വളരെ സൂക്ഷിച്ച് കെയർ ചെയ്ത് ഞങ്ങളിപ്പോൾ കൊണ്ട് നടക്കുകയാണ്. കുഞ്ഞിക്കിതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.